ഇപ്പോൾ MG സർവകലാശാലയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, കണ്ണൂർ സർവകലാശാല യൂണിയൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, അതിന് പുറമെ വിദ്യാർത്ഥികളിലേക്ക് അവരുടെ പ്രാദേശികപരമായിട്ടുള്ള ചരിത്രവും ഓരോ പ്രദേശത്തെയും പ്രാദേശിക ചരിത്രം, അതിൻ്റെ മതനിരപേക്ഷ കണക്ഷൻ, അതെന്ത് കേരളത്തിന് സംഭാവന ചെയ്തു, ഇത്തരത്തിലുള്ള യൂണിയൻ പരിപാടികൾക്ക്. അതോടൊപ്പം കേരളത്തിൽ കേരള സർവകലാശാലയിൽ ഞങ്ങളൊരു കോൺക്ലേവ് തീരുമാനിച്ചിട്ടുണ്ട്. ആ കോൺക്ലേവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകളാവട്ടെ, അതോടൊപ്പം തന്നെ പുതിയ ആശയങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ വരുന്നത്. ഇപ്പോൾ മാവാസയിലൊക്കെ പങ്കെടുത്തവരിൽ ഭൂരിപക്ഷം വിദ്യാർത്ഥികളാണ്. അപ്പം ഞങ്ങൾ കാണുന്നത് ആ തരത്തിൽ വിദ്യാർത്ഥികളെ അവിടെ യൂണിവേഴ്സിറ്റികളിൽ തന്നെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന അത്തരം ക്യാമ്പയിനുകൾ, അല്ലാതെ തന്നെ യൂണിയനുകൾ. ഇപ്പോൾ മഹാരാജാസിലും ബ്രണ്ണനിലും വിക്ടോറിയയിലും യൂണിവേഴ്സിറ്റി കോളേജിലും മാത്രമല്ല, ഈ കേരളത്തിലെ മുഴുവൻ SFI നേതൃത്വം കൊടുക്കുന്ന കോളേജുകളിലും നൂതനമായ പരിപാടികൾ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് അഭിരുചികൾ, അവരുടെ കലാപരമായ അഭിരുചികൾ, അവരുടെ കായിക താല്പര്യങ്ങൾ, ഇതൊക്കെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യൂണിയൻ പരിപാടികളാണ്. അപ്പോൾ സ്റ്റീരിയോ ടൈപ്പുകളെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും വലിയ വിദ്യാർത്ഥി സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇത് കുടുംബങ്ങളെ തന്നെ ബാധിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ലഹരിയുടെ പ്രശ്നം. അപ്പോൾ വിദ്യാർത്ഥികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇരകളാവുന്നതും ഇതിൻ്റെ നെറ്റ്വർക്കിലൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ വിദ്യാർത്ഥികളാണ്. അതിന് പല കാരണങ്ങൾ, ഇപ്പോൾ വരുമാനം തൊട്ട് ഇതിന് അഡിക്റ്റ് ആവുന്ന പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികൾ ഇതിന് അടിമപ്പെട്ടു പോവുക. അപ്പോൾ ഇതിനെ ടാക്കിൾ ചെയ്യാൻ ആക്റ്റീവ്ലി SFI പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പരിപാടികൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ SFI എന്നുള്ള വിദ്യാർത്ഥികളും ആക്ച്വലി ഇതിൽ ഇരകളായിട്ടുള്ളവരും അതിലുള്ളവരും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? നിങ്ങൾ അതിൽ നേരിട്ട് ഇടപെട്ട ആൾക്കാരായതുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെ, ഇപ്പോൾ ഇടയിൽ കുറേ പോലീസിൻ്റെ പ്രവർത്തനങ്ങളും കുറേ ആൾക്കാരെ പിടിക്കലും എല്ലാം ഉണ്ടായിരുന്നു. ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? സിറ്റുവേഷൻ വേഴ്സ് ആവുകയാണോ? എന്താണ് അതിൻ്റെ ഒരു വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഒരു റിയാലിറ്റി? ഇവിടെ എറണാകുളത്ത് കളമശ്ശേരി പോളി, അതാണ് എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ചർച്ചയുടെ തുടക്കം ഉണ്ടാകുന്നത്. കളമശ്ശേരി പോളിയിൽ വെച്ച് ഒരു കഞ്ചാവ് പിടിക്കപ്പെട്ടു. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അത് SFIയുടെ തലയിൽ വെക്കാനായിരുന്നു ശ്രമം. അതിശക്തമായിട്ടുള്ള ശ്രമമായിരുന്നു. പിറ്റേ ദിവസം തൊട്ട് വിഷയം മാറി. അതൊരു സാംസ്കാരിക സാമൂഹിക പ്രശ്നമായും അവതരിപ്പിക്കപ്പെട്ടു. അപ്പം പോയി നോക്കുമ്പോഴാണ് മനസ്സിലായത് പിടിക്കപ്പെട്ടവരിൽ എല്ലാവരും കേസുകാരാണ്. ഞങ്ങളപ്പോഴും പറഞ്ഞൊരു സ്റ്റാൻഡുണ്ട്. ഞങ്ങളെക്കൊണ്ട് പിന്നെ പറയാതെ പറയിപ്പിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾ. ഞങ്ങൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ലാർജർ കവറിൽ ലഹരി ചെറുക്കപ്പെടണം, ആ നിലപാടെടുത്തതിൻ്റെ ഭാഗമായി കളമശ്ശേരി പോളി ഇത്തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അത് നിങ്ങളറിയണം. ആ ഞങ്ങളന്ന് നിലപാടെടുത്ത് എല്ലാവരും പിടിച്ചു, ആ നിലപാട് ശക്തമായി അവർക്കെതിരെ എടുത്തു എന്നതിൻ്റെ ഭാഗമായി കളമശ്ശേരി പോളി ഇത്തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾ വിദ്യാർത്ഥികളെ ഒറ്റി എന്നായിരുന്നു അവിടുത്തെ ചിലർ പറഞ്ഞത്, ഈ ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതിനെ ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ടു ബി ഫ്രാങ്ക്, കേരളത്തിൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ KSU ഈ പറഞ്ഞ സംഘടനകളുമൊക്കെ ഇത് അവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഒരു വിദ്യാർത്ഥി സംഘടനയെ വെറുതെ ഞങ്ങൾ ആക്ഷേപിക്കുകയല്ല, മറിച്ച് പലപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ എങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങൾ തന്നെ നേതൃത്വം കൊടുത്ത്, ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയിൽ ഒരാൾ പോലും അത്തരത്തിലുള്ള ഒരു തെറ്റായ നിലപാടിനെയും ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ ആ നിലപാടിൻ്റെ ഭാഗമായോ, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവരായോ ഇത് വിൽക്കുന്നവരായോ ഇതുമായിട്ടൊരു ബന്ധമുള്ളവരെയും ഞങ്ങളുടെ സംഘടനയിൽ നിർത്താൻ പോയിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല. മറിച്ച് അവർ സാമൂഹിക വിരുദ്ധരായി മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, മറിച്ച് അവരെ ക്ലിയർ ചെയ്ത് സമൂഹത്തിൻ്റെ ഭാഗമാക്കണം എന്ന നിലപാട് തന്നെയാണ്.